Hi everyone. In search of the source of wind, കാറ്റിൻ്റെ ഉറവിടം തേടി എന്ന യൂണിറ്റിലെ ഏറ്റവും അവസാനത്തെ ഒരു ഭാഗമാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ കുറേയേറെ ആശയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഠിച്ചു. പ്രഷർ ബെൽറ്റുകൾ, അതേപോലെ തന്നെ പ്ലാനറ്ററി വിൻഡ്സ്, ലോക്കൽ വിൻഡ്സ്, മൺസൂൺ വിൻഡ്സ്, ഇതൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞതാണ്. ഇനി നമുക്ക് ഈ ഒരു യൂണിറ്റിൽ അവശേഷിക്കുന്ന ഒരേ ഒരു ഭാഗം എന്ന് പറയുന്നത് വേരിയബിൾ വിൻഡ്സ് ആണ്. വേരിയബിൾ വിൻഡ്സ് എന്ന് പറയുമ്പോൾ അസ്ഥിരമായിട്ടുള്ള വാദങ്ങൾ എന്നാണ്. സ്ഥിരമായിട്ടുള്ള കാറ്റുകളല്ല, അസ്ഥിര വാദങ്ങളാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഈ വേരിയബിൾ വിൻഡ് എന്നുള്ളത്. വേരിയബിൾ വിൻഡ്സ് ആർ വിൻഡ്സ് വിത്ത് എൻറ്റയർലി ഡിഫറെന്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഫോം ഡ്യൂറിങ് സർട്ടൻ അറ്റ്മോസ്ഫിയറിക് സിറ്റുവേഷൻ. അതായത് ചില പ്രത്യേക അറ്റ്മോസ്ഫിയറിക് സിറ്റുവേഷൻസിൽ, ചില പ്രത്യേക അന്തരീക്ഷ അവസ്ഥകളിൽ രൂപം കൊള്ളുന്ന തികച്ചും വ്യത്യസ്ത സ്വഭാവ സവിശേഷതകളുള്ള ഒരു കാറ്റുകളാണ് എന്ത്, അസ്ഥിരവാദങ്ങൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വേരിയബിൾ വിൻഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് തീർത്തും ഡിഫറെന്റ് ആണ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള പ്ലാനറ്ററി വിൻഡ്സ് എന്നൊക്കെ തീർത്തും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ത്, വേരിയബിൾ വിൻഡ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ഇവിടെ ശ്രദ്ധിക്കുക. സൈക്ലോൺസ് ആൻഡ് ആന്റി സൈക്ലോൺസ് ആർ വേരിയബിൾ വിൻഡ്സ്. ഓക്കെ, ചക്രവാതങ്ങളും പ്രതിചക്രവാതങ്ങളും ഒക്കെയാണ് അസ്ഥിരവാദങ്ങൾക്ക് ഉദാഹരണം. സൈക്ലോൺസും അതേപോലെ ആന്റി സൈക്ലോൺസും വേരിയബിൾ വിൻഡ്സ് ആണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ എന്താണ് സൈക്ലോൺസ്, എന്താണ് ആന്റി സൈക്ലോൺസ്? അതാണ് നമുക്ക് ഇവിടെ പ്രധാനമായിട്ടും അവശേഷിക്കുന്ന രണ്ട് കൺസെപ്റ്റ്, രണ്ട് ആശയങ്ങൾ. നമുക്ക് ചുഴലിക്കാറ്റ് എന്നൊക്കെ പറയാം. കറക്റ്റ് മലയാളത്തിൽ നമുക്ക് സൈക്ലോണിനെ നമുക്ക് ചക്രവാതം എന്നും ആന്റി സൈക്ലോണിനെ നമുക്ക് പ്രതിചക്രവാതം എന്നും വിളിക്കാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. എന്താണ് സൈക്ലോൺ, എന്താണ് അതേപോലെ ആന്റി സൈക്ലോൺ. ഓക്കെ, അപ്പോൾ ഏറ്റവും ആദ്യം സൈക്ലോൺ ആണ്. സൈക്ലോൺസ് ആർ കോസ്ഡ് ബൈ ദി ഫോർമേഷൻ ഓഫ് ലോ അറ്റ്മോസ്ഫിയറിക് പ്രഷർ അറ്റ് ദി സെന്റർ സറൗണ്ടഡ് ബൈ ഹൈ പ്രഷർ റീജിയൻസ്. എന്താണ് സൈക്ലോൺ, എങ്ങനെയാണ് സൈക്ലോൺസ് ഉണ്ടാവുന്നത് അല്ലെങ്കിൽ ചക്രവാതങ്ങൾ ഉണ്ടാവുന്നത്? Cyclones are caused by the formation of low atmospheric pressure at the center. സെൻട്രൽ ഭാഗത്ത് ലോ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ ന്യൂനമർദ്ദം. സറൗണ്ടഡ് ബൈ ഹൈ പ്രഷർ റീജിയൻസ്, ചുറ്റുഭാഗത്തും ഉച്ചമർദ്ദ മേഖല. അപ്പൊ മധ്യഭാഗത്ത് ന്യൂനമർദ്ദവും ചുറ്റുഭാഗങ്ങളിലും ഉച്ചമർദ്ദവും ഹൈ പ്രഷറും ഉണ്ടാവുന്ന സമയത്താണ് എന്തുണ്ടാവുന്നത്, സൈക്ലോൺസ് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ അന്തരീക്ഷത്തില് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഒരു ന്യൂനമർദ്ദ പ്രദേശം എവിടെ രൂപം കൊള്ളുകയാണ്, മധ്യഭാഗത്ത് രൂപം കൊള്ളുന്നു. അതിന് ചുറ്റുമായിട്ട് ഉച്ചമർദ്ദ മേഖലയും സൃഷ്ടിക്കപ്പെടുകയാണ്. ഓക്കെ, ഇപ്പൊ നമുക്കത് ഇവിടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ആ ചിത്രം നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഈ ഒരു സൈക്ലോണിന്റെ ചിത്രം നോക്കുക. ഇവിടെ ഈ ഒരു എൽ എന്ന് പറയുന്നത് സെൻട്രൽ മധ്യഭാഗമാണ്. ഇത് അറ്റ്മോസ്ഫിയർ ആണ് നമ്മൾ വിചാരിക്കുക. അപ്പോൾ ആ അറ്റ്മോസ്ഫിയറിന്റെ ഏറ്റവും മധ്യഭാഗത്ത്, ഒരു പ്രദേശത്തിന്റെ മധ്യഭാഗത്ത് എന്ത് വരികയാണ്, മധ്യഭാഗത്ത് ലോ പ്രഷർ ഫോം ചെയ്യുന്നു. ആൻഡ് സറൗണ്ടഡ് ബൈ ഹൈ പ്രഷർ, ചുറ്റുഭാഗങ്ങളിലും ഹൈ പ്രഷറും ഫോം ചെയ്യുന്നു. നമ്മൾ പഠിച്ചിട്ടുണ്ട്, കാറ്റ് എവിടെ നിന്ന് എങ്ങോട്ട് വീശും, ഹൈ പ്രഷർ ഏരിയ എന്ന് ലോ പ്രഷർ ഏരിയയിലേക്കാണ് വീശുക. സ്വാഭാവികമായും ഈ ചുറ്റുഭാഗത്ത് നിന്ന് ആ മധ്യഭാഗത്തേക്ക്, സെൻട്രൽ ഭാഗത്തേക്ക് എന്ത് ചെയ്യും, കാറ്റ് വീശും. ഓക്കെ, നമുക്ക് ടെക്സ്റ്റ് പറയുന്ന ആ രൂപത്തിൽ തന്നെ മുന്നോട്ട് പോവാം. സ്ട്രോങ് whirlwinds blow towards such low pressure centers from the surrounding high pressure areas. ചുറ്റുഭാഗത്തും ഹൈ പ്രഷർ ആണല്ലോ. അപ്പൊ ചുറ്റുഭാഗത്തുനിന്നും ആ ലോ പ്രഷർ ആയിട്ടുള്ള സെൻട്രൽ ഭാഗത്തേക്ക് എന്ത് ചെയ്യും, കാറ്റ് ശക്തമായിട്ട് ചുഴറ്റി വീശും. ആൻഡ് ഡ്യൂ ടു കോറിയോലിസ് ഇഫക്റ്റ്, winds flow in the anti-clockwise direction in the northern hemisphere and in the southern and clockwise in the southern hemisphere. ഓക്കെ, ശ്രദ്ധിക്കണം, അത് എക്സാമിന് നമ്മളെ കൺഫ്യൂസ് ആക്കുന്ന ഒരു ഭാഗമാണ്. അതിൽ നമുക്ക് മിസ്റ്റേക്സ് കുടുങ്ങിക്കൂടാ, മാർക്ക് നഷ്ടപ്പെട്ടുകൂടാ. ആ ഭാഗം ഒന്നുകൂടി ശ്രദ്ധിക്കുക. ഡ്യൂ ടു കോറിയോലിസ് എഫക്റ്റ്, winds flow in the anti-clockwise direction in northern hemisphere, അതേപോലെ ക്ലോക്ക് വൈസ് ഇൻ ദി സദേൺ ഹെമിസ്ഫിയർ. ഇവിടെ ആ ഒരു ക്ലോക്ക് വൈസ് എന്നുള്ളത് വിട്ടുപോയിട്ടുണ്ട്. അപ്പൊ കോറിയോലിസ് എഫക്റ്റ് കാരണം ഈ ഒരു സൈക്ലോണിന്റെ അത് വീശുന്ന രീതി എങ്ങനെയാണ്,
അത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് നോർത്തേൺ ഹെമിസ്ഫിയറിൽ. ഈ ഒരു ചിത്രം നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഇതാണ് നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഈ രണ്ട് ചിത്രങ്ങളിൽ. ഓക്കെ, ഈ ആദ്യത്തെ ചിത്രം എന്താണ്? നോർത്തേൺ ഹെമിസ്ഫിയറിലുള്ള പിന്നെ സൈക്ലോണിന്റെ മൂവ്മെന്റ് ആണ്. ഇവിടെ കൊടുത്തിട്ടുണ്ട് ആന്റി ക്ലോക്ക് വൈസ് ഇൻ നോർത്തേൺ ഹെമിസ്ഫിയർ. ഓക്കെ, സദേൺ ഹെമിസ്ഫിയറിലാണെങ്കിലോ ക്ലോക്ക് വൈസുമാണ്. എന്താ ഈ ക്ലോക്ക് വൈസും ആന്റി ക്ലോക്ക് വൈസ് എന്നൊക്കെ പറയുമ്പോൾ? അതായത് ക്ലോക്കിലെ സൂചി തിരിയുന്ന ദിശയാണെന്ത്? ആ രൂപത്തിൽ ക്ലോക്കിലെ സൂചി ഏത് രൂപത്തിലാണോ മൂവ് ചെയ്യുന്നത് ആ രൂപത്തിലാണ് കാറ്റ് വീശുന്നത് എങ്കിൽ അതാണ് ക്ലോക്ക് വൈസ്. ഓക്കെ, എന്നാൽ ക്ലോക്കിലെ സൂചി തിരിയുന്നതിന്റെ നേർ വിപരീത ദിശയിലാണ് കാറ്റ് വീശുന്നത് എങ്കിൽ അതാണ് എന്ത്? ആന്റി ക്ലോക്ക് വൈസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ സൈക്ലോൺ ചക്രവാതങ്ങൾ നോർത്തേൺ ഹെമിസ്ഫിയറിൽ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. അതേപോലെ സദേൺ ഹെമിസ്ഫിയറിലോ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലുമാണ് വീശുന്നത്. ഓക്കെ, അപ്പൊ സൈക്ലോൺ എന്ന് പറയുമ്പോൾ ഓർക്കുക, സെൻട്രൽ ഭാഗത്ത് എന്താണ്? ലോ പ്രഷർ ആൻഡ് സറൗണ്ടഡ് ബൈ ഹൈ പ്രഷർ റീജിയൻസ്. ചുറ്റുഭാഗത്തും ഹൈ പ്രഷറുമാണ്. അപ്പോൾ ഈ ഹൈ പ്രഷറിന് ലോ പ്രഷറിലേക്കുള്ള സ്ട്രോങ് വേൾ വിൻഡ്സ് ആണ് അല്ലെ, ബ്ലോ ടുവേർഡ്സ് സച്ച് ലോ പ്രഷർ സെന്റേഴ്സ് ഫ്രം ദി സറൗണ്ടിങ് ഹൈ പ്രഷർ ഏരിയാസ്. ഓക്കെ, അപ്പൊ ചുറ്റുഭാഗത്തുള്ള ഹൈ പ്രഷർ ഏരിയ എന്ന് സെൻട്രൽ ഭാഗത്തുള്ള ലോ പ്രഷറിലേക്ക് കാറ്റ് വീശുന്നു. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സൈക്ലോൺ എന്ന് വിളിക്കുന്നത്. പിന്നെ കോറിയോലിസ് എഫക്റ്റ് കാരണം ആ സൈക്ലോണിന്റെ കാറ്റിന്റെ മൂവ്മെന്റ് ഏത് രൂപത്തിലാണ് എന്നതാണ് അടുത്ത സെന്റൻസിൽ പറയുന്നത്. ഡ്യൂ ടു കോറിയോലിസ് എഫക്റ്റ് വിൻഡ്സ് ഫ്ലോ ഇൻ ദി ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ഇൻ നോർത്തേൺ ഹെമിസ്ഫിയർ ആൻഡ് ക്ലോക്ക് വൈസ് ഇൻ ദി സദേൺ ഹെമിസ്ഫിയർ. അവിടെ ക്ലോക്ക് വൈസ് എന്ന ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലെങ്കിൽ അവിടെ ചേർത്ത് കൊടുക്കുക ക്ലോക്ക് വൈസ് ഇൻ സദേൺ ഹെമിസ്ഫിയർ. ഓക്കെ, സദേൺ ഹെമിസ്ഫിയറിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്, ക്ലോക്ക് വൈസ് ആണ്. അതേപോലെ നോർത്തേൺ ഹെമിസ്ഫിയറിൽ ആന്റി ക്ലോക്ക് വൈസ് ആണ് കാറ്റിന്റെ മൂവ്മെന്റ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, ഇനി ബേസ്ഡ് ഓൺ ദി ക്ലൈമാറ്റിക് റീജിയൻ of their formation, cyclones can be classified as tropical cyclones and temperate cyclones. നമുക്ക് സൈക്ലോൺസിനെ പ്രധാനമായിട്ടും രണ്ട് രൂപത്തിൽ ക്ലാസിഫൈ ചെയ്യാം. അത് രൂപപ്പെടുന്ന സ്ഥലത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് രണ്ട് ക്ലാസിഫിക്കേഷൻ നടത്താം ഈ ഒരു പിന്നെ സൈക്ലോണിന്റെ കാര്യത്തിൽ. ഏതൊക്കെയാ? ട്രോപ്പിക്കൽ സൈക്ലോൺ എന്നും നമുക്ക് വിളിക്കാം, അതേപോലെ തന്നെ ടെമ്പറേറ്റ് സൈക്ലോൺ. ഓക്കെ, ട്രോപ്പിക്കൽ സൈക്ലോൺസും ഉണ്ട്, അതേപോലെ ടെമ്പറേറ്റ് സൈക്ലോൺസും ഉണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെ രണ്ട് രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? സൈക്ലോൺസിനെ രണ്ടായി തിരിക്കാം. മലയാളത്തിൽ പറയുകയാണെങ്കിൽ പിന്നെ ട്രോപ്പിക്കൽ സൈക്ലോൺസിനെ നമുക്ക് എന്ത് വിളിക്കാം? ഉഷ്ണമേഖല ചക്രവാതങ്ങൾ, ഉഷ്ണമേഖലാ സൈക്ലോൺസ് എന്ന് വിളിക്കാം. ടെമ്പറേറ്റ് സൈക്ലോൺസ് എന്ന് പറയുമ്പോൾ മിതോഷ്ണ മേഖല, ഓക്കെ, മിതോഷ്ണ മേഖല ചക്രവാതങ്ങൾ, മിതോഷ്ണ മേഖലാ സൈക്ലോൺസ് എന്ന് വിളിക്കാം. അപ്പൊ ട്രോപ്പിക്കൽ സൈക്ലോൺസ് എന്നും ടെമ്പറേറ്റ് സൈക്ലോൺസ് എന്നും നമുക്ക് സൈക്ലോൺസിനെ പ്രധാനമായിട്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ അടുത്ത സെന്റൻസ് നോക്കാം. സൈക്ലോൺസ് ഓഫൺ കോസ് എക്സ്റ്റെൻസീവ് ഡാമേജ് ആൻഡ് ഡിസ്ട്രക്ഷൻ വെറെവർ ദേ ഒക്കർ. അതായത് എവിടെയാണോ ഈ പിന്നെ ചക്രവാതങ്ങൾ വീശുന്നത്, ഏത് പ്രദേശത്താണോ വീശുന്നത് അവിടെ കനത്ത നാശനഷ്ടങ്ങൾ പലപ്പോഴും എന്തുണ്ടാക്കാറുണ്ട്? ഇങ്ങനെയുള്ള ചക്രവാതങ്ങൾ, ചുഴലിക്കാറ്റുകൾ വരുത്തി വെക്കാറുണ്ട്. യു മൈറ്റ് ഹാവ് ഹേർഡ് ഓഫ് ദി ഓഖി സൈക്ലോണിക് വിൻഡ്സ് ദാറ്റ് സ്ട്രക്ക് ദി കോസ്റ്റ് ലൈൻസ് ഓഫ് കേരള ആൻഡ് ലക്ഷദ്വീപ് ഡ്യൂറിംഗ് നവംബർ 2017. 2017 നമ്മുടെ കേരള പിന്നെ തീരത്ത് 2017 നവംബർ മാസത്തിൽ കേരളത്തിലും അതേപോലെ തന്നെ നമ്മുടെ ലക്ഷദ്വീപിലും ഒക്കെ ഒരുപാട് നാശനഷ്ടങ്ങൾ വരുത്തി വെച്ചിട്ടുള്ള ഒരു ചുഴലിക്കാറ്റാണ്, ഒരു ചക്രവാതമാണ്, സൈക്ലോൺ ആണ്. ഏത്? ഓഖി ചുഴലിക്കാറ്റ്. നമ്മൾ കേട്ടിട്ടുണ്ട് പത്രമാധ്യമങ്ങളിലൂടെ അല്ലെങ്കിൽ വാർത്താ മാധ്യമങ്ങളിലൂടെ നമ്മൾ അറിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു ചുഴലിക്കാറ്റിനെ പറ്റിയൊക്കെ. അപ്പൊ ഇത്തരത്തിൽ ഒരുപാട് നാശനഷ്ടങ്ങൾ വരുത്തി വെക്കുന്ന ചുഴലിക്കാറ്റുകൾ ലോകത്തിന്റെ പല ഭാഗത്തും പലപ്പോഴും വീശാറുണ്ട്, നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെ. ദിസ് വാസ് എ ട്രോപ്പിക്കൽ സൈക്ലോൺ. അപ്പൊ ഈ ഓഖി എന്ന് പറയുന്നത് ഒരു ട്രോപ്പിക്കൽ സൈക്ലോൺ ആണ്. നമ്മൾ പറഞ്ഞല്ലോ ടെമ്പറേറ്റ് സൈക്ലോണും ഉണ്ട്, അതേപോലെ തന്നെ എന്തുണ്ട്? ടെമ്പറേറ്റ് സൈക്ലോണും ഉണ്ട്, അതേപോലെ തന്നെ ട്രോപ്പിക്കൽ സൈക്ലോണും ഉണ്ട്. അപ്പൊ ഈ ഓഖി എന്ന് പറയുന്ന കാറ്റ്, ഓഖി കൊടുങ്കാറ്റ് ഏതാണ്? അത് ട്രോപ്പിക്കൽ സൈക്ലോൺ ആണ്. കാരണം എന്താ? ഓഖി വീശിയത് എവിടെയാണ്? ലക്ഷദ്വീപിന്റെ, നമ്മുടെ കേരളത്തിന്റെ ഒക്കെ ഭാഗമായിട്ടുള്ള ഇന്ത്യൻ ഓഷ്യന്റെ ഭാഗത്താണ്. അപ്പൊ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യ എല്ലാം ഉൾപ്പെടുന്ന ഭാഗം ഏതാ? അത് ട്രോപ്പിക്കൽ റീജിയൻ ആണ്. ട്രോപ്പിക്കൽ റീജിയനിലാണ് നമ്മുടെ ഇന്ത്യ ഉള്ളത്. അപ്പൊ ആ ഭാഗത്ത് വീശുന്ന കാറ്റിനെ നമുക്ക് എന്ത് വിളിക്കാം? ട്രോപ്പിക്കൽ സൈക്ലോൺ എന്ന് വിളിക്കാം. ഓക്കെ, then tropical cyclones are caused due to local pressure differences in the tropical oceans, especially the Indian Ocean. ഈ ട്രോപ്പിക്കൽ സൈക്ലോൺസ് അതിനെപ്പറ്റി പറയാണ്. പിന്നെ ഈ
നമ്മുടെ ഈ ഉഷ്ണമേഖല പ്രദേശത്ത്, അല്ലെങ്കിൽ ട്രോപ്പിക്കലായിട്ടുള്ള സമുദ്ര പ്രദേശത്ത്, പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യൻ ഓഷ്യന്റെ കാര്യം പറയും, ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഉണ്ടാകുന്ന മർദ്ദ വ്യതിയാനങ്ങളൊക്കെയാണ്, പ്രഷർ വേരിയേഷൻ ഒക്കെയാണ്, അല്ലെങ്കിൽ പ്രഷർ ഡിഫറൻസസ് ഒക്കെയാണ് എന്തിന് കാരണമാവുന്നത്? ഈ ട്രോപ്പിക്കൽ സൈക്ലോൺസിന് കാരണമാവുന്നത്. ഓക്കെ, ആ സെന്റൻസ് ഒന്നുകൂടി നോക്കാം. ട്രോപ്പിക്കൽ സൈക്ലോൺസ് ആർ കോസ്ഡ് ഡ്യൂ ടു ലോക്കൽ പ്രഷർ ഡിഫറൻസസ് ഇൻ ട്രോപ്പിക്കൽ ഓഷ്യൻസ്. ട്രോപ്പിക്കൽ ഓഷ്യൻസ് എന്ന് പറയുമ്പോൾ ട്രോപ്പിക്കൽ റീജിയനിൽ വരുന്ന സമുദ്രം. അപ്പോൾ ആ സമുദ്രങ്ങളിൽ ഉണ്ടാകുന്ന ലോക്കൽ പ്രഷർ ഡിഫറൻസസ്, ഈ ഒരു പ്രഷർ വേരിയേഷൻസ്, പ്രഷർ വ്യത്യാസങ്ങളാണ്, മർദ്ദ വ്യത്യാസങ്ങളാണ് എന്തിന് കാരണമാവുന്നത്? ട്രോപ്പിക്കൽ സൈക്ലോൺസ് ഉണ്ടാവാനുള്ള കാരണം. പ്രത്യേകിച്ച് ഏത് സമുദ്രത്തിൽ? ഇന്ത്യൻ ഓഷ്യനിൽ ഉണ്ടാവുന്ന മർദ്ദ വ്യത്യാസങ്ങൾ. ഓക്കെ, അപ്പൊ ട്രോപ്പിക്കൽ സൈക്ലോൺ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക, അത് ട്രോപ്പിക്കൽ റീജിയനിൽ വീശുന്ന സൈക്ലോൺസ് ആണ്. ഓക്കെ, അതേപോലെ ടെമ്പറേറ്റ് സൈക്ലോൺ എന്ന് പറയുമ്പോൾ അത് ടെമ്പറേറ്റ് റീജിയൻസിൽ, ടെമ്പറേറ്റ് സോണിൽ ഉണ്ടാവുന്ന സൈക്ലോൺസ് ആണ് ടെമ്പറേറ്റ് സൈക്ലോൺ എന്നുള്ളതും മിതോഷ്ണ ചക്രവാതങ്ങൾ എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ ടെമ്പറേറ്റ് ഏതാണ്, അതേപോലെ ട്രോപ്പിക്കൽ റീജിയൻ ഏതാണ്, നമ്മൾ മുൻ ക്ലാസ്സുകളിൽ മനസ്സിലാക്കിയതാണ്. ഓക്കെ, പിന്നെ ഒരു സെന്റൻസ് കൂടി പറയുന്നു. Oki cyclones left the Indian coast after wreaking havoc on life and property. അതായത് ഒരുപാട് നാശനഷ്ടങ്ങൾ നമ്മുടെ കേരള തീരത്ത് അല്ലെങ്കിൽ ഇന്ത്യയുടെ തീരദേശ മേഖലകളിൽ വരുത്തി വെച്ചിട്ടുണ്ട്. ഒരുപാട് ജീവനും അതുപോലെ തന്നെ ഒരുപാട് സമ്പാദ്യവും ഒക്കെ ഇല്ലാതാവാൻ ഈ ഒരു കൊടുങ്കാറ്റ് വഴിവെച്ചിട്ടുണ്ട് എന്ന് പറയുകയാണ്. ഓക്കെ, പിന്നെ ഇനി ആന്റി സൈക്ലോൺസ് പറയാണ്. നേരത്തെ നമ്മൾ സൈക്ലോൺസ് നോക്കി, ചക്രവാതങ്ങൾ നോക്കി. അതിൻ്റെ നോർത്തേൺ ഹെമിസ്ഫിയറിൽ അത് ആന്റി ക്ലോക്ക് വൈസ് ആണ്, സദേൺ ഹെമിസ്ഫിയറിൽ ക്ലോക്ക് വൈസ് ആണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി പറയാൻ പോകുന്നത് ഏതാ? ആന്റി സൈക്ലോൺസ് ആണ്. ഓക്കെ, സൈക്ലോൺസ് എന്താണോ അതിന്റെ നേരെ ഓപ്പോസിറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം സൈക്ലോൺസ് എന്ന് പറയുമ്പോൾ എന്താ? സെൻട്രൽ ഭാഗത്ത് ലോ പ്രഷറും ചുറ്റുഭാഗത്തും ഹൈ പ്രഷറും ആണ്, അല്ലെ? നമ്മളൊന്ന് വരച്ച് കാണിക്കുകയാണെങ്കിൽ, ഓക്കെ, അപ്പൊ ഇവിടെ ലോ പ്രഷറാണ്. ഓക്കെ, സെൻട്രൽ ഭാഗത്ത് ലോ പ്രഷർ, അതേപോലെ ചുറ്റുഭാഗത്തും എന്താണ്? ഹൈ പ്രഷർ. സ്വാഭാവികമായിട്ടും നമുക്കറിയാം ഹൈ പ്രഷർ ഏരിയ എന്ത് ചെയ്യും? ലോ പ്രഷർ ഏരിയയിലേക്കാണ്. ഹൈ പ്രഷറിന്ന് ലോ പ്രഷറിലേക്കാണ് എന്ത് ചെയ്യുക? എപ്പോഴും കാറ്റ് വീശുക. അക്കാര്യത്തിൽ നമുക്ക് സംശയമൊന്നുമില്ല. ഓക്കെ, ഹൈ പ്രഷറിന് എന്ത് ചെയ്യും? ലോ പ്രഷറിലേക്ക് കാറ്റ് വീശും. അപ്പൊ ഈ ഒരു സംഭവമാണ് എന്ത്? നമ്മൾ സൈക്ലോൺ എന്ന് പറയുന്നത്. ഹൈ പ്രഷറിന് സെൻട്രൽ ഭാഗത്ത് ലോ പ്രഷറും ചുറ്റുഭാഗത്തും ഹൈ പ്രഷറും. ഈ ഹൈ പ്രഷർ ഉള്ള ചുറ്റുഭാഗങ്ങളിൽ നിന്ന് ലോ പ്രഷർ ആയിട്ടുള്ള സെൻട്രൽ ഭാഗത്തേക്ക് കാറ്റ് വീശുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നമ്മളതിനെ സൈക്ലോൺ, ചക്രവാതം എന്ന് വിളിക്കുന്നത്. ഇനി നേരെ തിരിച്ചാണെങ്കിലോ? അതായത് നമുക്കിവിടെ ജസ്റ്റ് ഒന്ന് ആ ലെറ്റേഴ്സ് ഒന്ന് മാറ്റി കൊടുക്കാം. അതായത് സെൻട്രൽ ഭാഗത്ത് എന്ത്? ഹൈ പ്രഷർ. ഓക്കെ, മധ്യഭാഗത്ത് ഹൈ പ്രഷറും അതേപോലെ ചുറ്റുഭാഗത്തും എന്ത്? ലോ പ്രഷറും. ഓക്കെ, അപ്പൊ എവിടെ നിന്ന് എങ്ങോട്ടാ കാറ്റ് വീശുക? നമുക്കറിയാം ഈ സെൻട്രൽ ഭാഗത്തുനിന്ന് അല്ലെ പുറത്തേക്കാണ് എന്ത് ചെയ്യുക? കാറ്റ് വീശുക. ചുറ്റുഭാഗങ്ങളിലേക്കും ചുറ്റുവശങ്ങളിലേക്കാണ് എന്ത് ചെയ്യുന്നത്? കാറ്റ് വീശുന്നത്. ഇങ്ങനെയുള്ള കാറ്റിന്റെ മൂവ്മെന്റ് ആണ് എന്ത്? ആന്റി സൈക്ലോൺ എന്ന് പറയുന്നത്. സൈക്ലോൺ എന്താണോ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആന്റി സൈക്ലോൺ എന്ന് നമ്മൾ അതിനെ പറയുന്നു. ഓക്കെ, സെൻട്രൽ ഭാഗത്താണ് ഇവിടെ എന്ത് വരുന്നത്? സെൻട്രൽ ഭാഗത്താണ് ഹൈ പ്രഷർ വരുന്നത്. ആൻഡ് സറൗണ്ടഡ് ബൈ ലോ പ്രഷർ റീജിയൻസ്. ചുറ്റുഭാഗങ്ങളിലും എന്താണ്? ചുറ്റുഭാഗങ്ങളിലും ലോ പ്രഷർ ആണ്. അപ്പൊ ഈ ഹൈ പ്രഷറിന് ചുറ്റുഭാഗത്തുള്ള ലോ പ്രഷറിലേക്ക് കാറ്റ് വീശുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നമ്മൾ ആന്റി സൈക്ലോൺസ്, പ്രതിചക്രവാതങ്ങൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് വീണ്ടും ടെക്സ്റ്റ് ബുക്കിലേക്ക് വരാം. ശ്രദ്ധിക്കുക.
Anticyclones are phenomenon where strong whirlwinds blow from the high pressure centers to the surrounding low pressure areas. ശക്തമായ ചുഴലിക്കാറ്റ് അല്ലെങ്കിൽ ചുഴറ്റി വീശുന്ന കാറ്റ് എവിടുന്ന് എവിടേക്കാണ് വീശുന്നത്? ബ്ലോ ഫ്രം ഹൈ പ്രഷർ സെന്റേഴ്സ് ടു ദി സറൗണ്ടിങ് ലോ പ്രഷർ ഏരിയാസ്. അല്ലേ? ഇവിടെ ഹൈ പ്രഷർ എവിടെ വരുന്നത്? സെൻട്രൽ ഭാഗത്താണ് വരുന്നത്. ലോ പ്രഷറോ ചുറ്റുഭാഗങ്ങളിലാണ്. സറൗണ്ടിങ് ഏരിയ മുഴുവൻ എന്താണ്? ലോ പ്രഷറാണ്. അപ്പോൾ ഈ ഹൈ പ്രഷർ ആയിട്ടുള്ള സെൻട്രൽ ഭാഗത്തു നിന്ന് ലോ പ്രഷർ ആയിട്ടുള്ള സറൗണ്ടിങ് ഏരിയയിലേക്ക് വീശുന്ന കാറ്റാണ് ആന്റി സൈക്ലോൺസ് എന്ന് പറയുന്നത്. അപ്പൊ സൈക്ലോൺസ് നമ്മൾ പഠിച്ചാൽ അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ആന്റി സൈക്ലോൺ എന്ന് നമ്മൾ മനസ്സിലാക്കുക. അത് വീശുന്ന രീതിയും അതിന്റെ മറ്റു കാര്യങ്ങളൊക്കെ. ഡ്യൂ ടു കോറിയോലിസ് എഫക്ട്, നമ്മൾ കോറിയോലിസ് എഫക്ട് കാരണം സൈക്ലോൺസ് നോർത്തേൺ ഹെമിസ്ഫിയറിൽ എങ്ങനെയാണ്, സദേൺ ഹെമിസ്ഫിയറിൽ എങ്ങനെയാണെന്ന് പറഞ്ഞു. അപ്പൊ അതേപോലെ തന്നെ ആന്റി സൈക്ലോണിന്റെ കാര്യം നമുക്ക് നോക്കണം. ഡ്യൂ ടു കോറിയോലിസ് എഫക്ട് ഇവിടെ പറയുന്നു, ഡ്യൂ ടു കോറിയോലിസ് എഫക്ട് ദി പാറ്റേൺ ഓഫ് വിൻഡ്സ്, മൊത്തം സെലക്ട് ചെയ്യാം. ഓക്കെ, ശ്രദ്ധിക്കുക എന്താ പറയുന്നത്? ഡ്യൂ ടു കോറിയോലിസ് എഫക്ട് the pattern of winds in anticyclones is clockwise in northern hemisphere and anti-clockwise in southern hemisphere. northern hemisphere എന്താണ്? clockwise ആണ്. ഓക്കെ, ആന്റിസൈക്ലോൺ നോർത്തേൺ ഹെമിസ്ഫിയറിൽ ക്ലോക്ക് ആണ്. ക്ലോക്കിലെ സൂചി തിരിയുന്ന ആ ഒരു രീതി തന്നെയാണ് ഇവിടെ കാറ്റ് വീശുന്നത്. നമുക്ക് ഈ ഒരു ആരോ മാർക്ക് ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാവും. എന്നാൽ സദേൺ ഹെമിസ്ഫിയറിലോ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ആന്റി സൈക്ലോൺസിന്റെ മൂവ്മെന്റ്. അതായത് നേരത്തെ പറഞ്ഞു സൈക്ലോൺസിനെ പറ്റി നമ്മൾ പഠിച്ച കാര്യങ്ങളുണ്ടല്ലോ, ആ പഠിച്ച കാര്യങ്ങൾ നേരെ ഓപ്പോസിറ്റ് ആണ് എവിടെ വരിക? ആന്റി സൈക്ലോൺസിൽ വരിക. ഒന്നും കൂടി നമ്മൾ നോക്കുകയാണെങ്കിൽ സൈക്ലോൺ നോർത്തേൺ ഹെമിസ്ഫിയറിൽ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്, അല്ലെ? സൈക്ലോൺ നോർത്തേൺ ഹെമിസ്ഫിയറിൽ ആന്റി ക്ലോക്ക് വൈസ് ആണ്. എന്നാൽ ആന്റി സൈക്ലോണോ നോർത്തേൺ ഹെമിസ്ഫിയറിൽ ക്ലോക്ക് വൈസ് ആണ്, നേരെ ഓപ്പോസിറ്റ്. അതേപോലെ സൈക്ലോൺ സദേൺ ഹെമിസ്ഫിയറിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. എന്നാൽ ആന്റി സൈക്ലോൺ സദേൺ ഹെമിസ്ഫിയറിൽ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. ഓക്കെ, രണ്ടും ഓപ്പോസിറ്റ് ആണെന്നുള്ളത് മാത്രം മനസ്സിലാക്കുക. അപ്പൊ അതിൽ ഒന്ന് നമ്മൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയാൽ തന്നെ മറ്റേത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഴുതാൻ പറ്റും, നമുക്ക് പറയാൻ പറ്റും. അപ്പൊ സൈക്ലോൺസ് ചക്രവാതങ്ങൾ, ആന്റി സൈക്ലോൺസ് പ്രതിചക്രവാതങ്ങൾ, രണ്ടും നമ്മളിപ്പോ നോക്കിക്കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു യൂണിറ്റ് ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. നമ്മൾ എല്ലാ കാര്യങ്ങളും ഇപ്പൊ നോക്കിക്കഴിഞ്ഞു. ഏറ്റവും അവസാനത്തെ വേരിയബിൾ വിൻസും നമ്മളിപ്പോ നോക്കി. അതിലെ സൈക്ലോൺസ്, ആന്റി സൈക്ലോൺസ് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി. അതിന്റെ ഡയറക്ഷൻ ഓരോ ഹെമിസ്ഫിയറിലും ക്ലോക്ക് വൈസ് ആണോ, ആന്റി ക്ലോക്ക് വൈസ് ആണോ, ലോ പ്രഷർ എവിടെയാണ്, സെൻട്രലാണോ അല്ലെങ്കിൽ സറൗണ്ടിങ് റീജിയനിലാണോ, ഓരോന്നിനും ഇതൊക്കെ നമ്മൾ നോക്കി. അപ്പൊ സൈക്ലോൺസിൽ സെൻട്രൽ ഭാഗത്ത് ലോ പ്രഷർ ആണ് ആൻഡ് സറൗണ്ടഡ് ബൈ ഹൈ പ്രഷർ റീജിയൻ, അല്ലേ? അതേപോലെ ആന്റി സൈക്ലോൺസിലോ നേരെ തിരിച്ച്, ഒക്കെ നേരെ ഓപ്പോസിറ്റ് ആണ്. സൈക്ലോൺസിന്റെ ഓപ്പോസിറ്റ് ആണെന്ന് വരുന്നത് ആന്റി സൈക്ലോൺസ് വരുന്നത്. ഇവിടെ ഹൈ പ്രഷർ സെൻട്രലും ചുറ്റുഭാഗത്തും ലോ പ്രഷറുമാണ്. അതിന്റെ ഡയറക്ഷൻസ് ഒക്കെ നമ്മൾ നോക്കി. ഇനി ഈ ചാപ്റ്ററിൽ അവശേഷിക്കുന്ന ചെറിയൊരു വർക്ക്, കുട്ടികൾക്കുള്ള ചെറിയൊരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഈ ഒരു നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ ഒരു ഫ്ലോ ചാർട്ട് കംപ്ലീറ്റ് ചെയ്യാനാണ്. എല്ലാത്തിന്റെയും ഉത്തരം ടെക്സ്റ്റ് ബുക്ക് തന്നെ ഉണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ ആൻസേഴ്സ് എന്തൊക്കെയാണ് വരിക, ഫിൽ ചെയ്യാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് പെട്ടെന്ന് നോക്കിയിട്ട് ഈ ഒരു ക്ലാസ് കൺക്ലൂഡ് ചെയ്യാം. കംപ്ലീറ്റ് ദി ഫോളോവിങ് ഫ്ലോ ചാർട്ട് ഷോയിങ് ദി ക്ലാസിഫിക്കേഷൻ ഓഫ് വിൻഡ്സ്. ഓക്കെ, കാറ്റിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ വർഗീകരണം വ്യക്തമാക്കുന്ന ഒരു ഫ്ലോ ചാർട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളത് വിട്ട ഭാഗം പൂരിപ്പിക്കണം, അല്ലെ? അപ്പോൾ ഏറ്റവും ആദ്യം വിൻസ് എന്നതാണ് ഫ്ലോ ചാർട്ടിന്റെ പേര്. കാറ്റുകളെ കുറിച്ചുള്ള ഒരു ചാർട്ടാണ്. അപ്പൊ അതിൽ നമ്മൾ പഠിച്ചിട്ടുള്ള പല വിൻസിന്റെയും പേരുണ്ട്. പ്ലാനറ്ററി വിൻസ് ഉണ്ട്, അല്ലെ? അതേപോലെ ലോക്കൽ വിൻസ് ഉണ്ട്, അതേപോലെ വേരിയബിൾ വിൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുള്ള എന്നാൽ ഇവിടെ ഇല്ലാത്ത ഒരു വിൻഡ് ഏതാ? നമുക്ക് നോക്കാം. പീരിയോഡിക് വിൻസ് ആണ്. ഓക്കെ, ഏതാണ്? പീരിയോഡിക് വിൻസ്. അപ്പൊ അവിടെ നമ്മൾ പീരിയോഡിക് വിൻസ് എന്ന് എഴുതി കൊടുക്കുക. അതേപോലെ പ്ലാനറ്ററി വിൻസ്. ഏതൊക്കെ പ്ലാനറ്ററി വിൻസ് ആണ് നമ്മൾ പഠിച്ചത്? നമ്മൾ 3 പ്ലാനറ്ററി വിൻസ് പഠിച്ചിട്ടുണ്ട്. 3 പ്ലാനറ്ററി വിൻസ് ആഗോളവാദങ്ങൾ. ഒന്ന് ട്രേഡ് വിൻഡ് ആണ്, വാണിജ്യവാദങ്ങൾ, അല്ലെ? രണ്ടാമത്തേത് വെസ്റ്റേർലീസ് ആണ്, പശ്ചിമവാദങ്ങൾ, വെസ്റ്റേർലീസ്. മൂന്നാമത്തേത് പോളാർ ഈസ്റ്റേർലീസ് ആണ്. ഓക്കെ, പോളാർ ഈസ്റ്റേർലീസ്. പിന്നെ
ധ്രുവീയ പൂർവ്വവാദങ്ങൾ മലയാളത്തിൽ പറയും, ധ്രുവീയ പൂർവ്വവാദങ്ങൾ. ഇനി ലോക്കൽ വിൻസ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചില ലോക്കൽ വിൻസിനെ പരിചയപ്പെട്ടു, നമ്മുടെ ഇന്ത്യയിലുള്ളതും ഇന്ത്യക്ക് പുറത്തുള്ളതുമായിട്ടുള്ള ലോക്കൽ വിൻസ്. അപ്പൊ ഇവിടെ ഒന്ന് ലൂ കൊടുത്തിട്ടുണ്ട്, മറ്റൊന്ന് ചിനൂക്ക്, മറ്റൊന്ന് ഹർമാറ്റൻ, മറ്റൊന്ന് കൽബൈശാഖി. ഓക്കെ, അതേപോലെ വേറൊന്നും കൂടി ഉണ്ട്, ഫൊൻ എന്ന് പറഞ്ഞ മറ്റൊരു ലോക്കൽ വിൻഡ് കൂടി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ ചിനൂക്കിന് വേറൊരു പേര് കൂടി ഉണ്ട്, അതൊക്കെ നമ്മൾ നോക്കിയതാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ. ചിനൂക്ക് എന്ന് പറയുമ്പോൾ സ്നോ ഈറ്റർ, മഞ്ഞു തീനി എന്നൊരു പേരുണ്ട്. അതേപോലെ ഹർമാറ്റനെ ജനങ്ങൾ വിളിക്കുന്നത് ഡോക്ടർ ഹർമാറ്റൻ എന്ന പേരിലാണ്, അതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അപ്പൊ ഏതൊക്കെയാണ്? ലൂ, ചിനൂക്ക്, ഹർമാറ്റൻ, അതേപോലെ കൽബൈശാഖി. ഇനി ഇവിടെ വേരിയബിൾ വിൻഡ് ആണല്ലോ, ആ വേരിയബിൾ വിൻഡിൽ ഏതൊക്കെയാ? മൺസൂൺ വിൻഡ്, അതേപോലെ സീ ബ്രീസ്, ലാൻഡ് ബ്രീസ്, മൗണ്ടൻ ബ്രീസ് ആൻഡ് വാലി ബ്രീസ്. ഏറ്റവും അവസാനം വേരിയബിൾ വിൻസിൽ നമ്മൾ ഇന്ന് പഠിച്ചിട്ടുള്ള രണ്ട് കാര്യങ്ങൾ, സൈക്ലോൺസ്, ആന്റി സൈക്ലോൺസ്, ചക്രവാതങ്ങളും പ്രതി ചക്രവാതങ്ങളും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഏറ്റവും അവസാനം നിങ്ങൾക്കൊരു ചെറിയൊരു പാരഗ്രാഫ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ദി സൺസ് ഓറ എന്ന് പറഞ്ഞുകൊണ്ട്. അത് പക്ഷേ നമുക്ക് എക്സാമിലേക്കുള്ള കണ്ടന്റ് ഒന്നും അതിലില്ല, ഒരു കൺക്ലൂഷൻ പോലെ. ഓക്കെ, ജസ്റ്റ് ഒരു കൺക്ലൂഷൻ മാത്രമാണ്. നമ്മൾ വായിച്ചാലും വായിച്ചില്ലെങ്കിലും എക്സാമിന് വേണ്ടി പ്രത്യേകിച്ച് നമുക്ക് അതിൽ നിന്നൊന്നും കിട്ടാനില്ല, ജനറൽ ആയിട്ടുള്ള ഒരു കൺക്ലൂഷൻ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അത് തൽക്കാലം ഇവിടെ വായിക്കാൻ ശ്രമിക്കുന്നില്ല. അപ്പൊ ഏതായാലും ഈ ഒരു യൂണിറ്റ് കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഓരോരോ കാര്യങ്ങളായി പറഞ്ഞു, അതെല്ലാം ഇവിടെ പിന്നെ നമ്മളിപ്പോൾ കൺക്ലൂഡ് ചെയ്തു. പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊരു ഫ്ലോ ചാർട്ടിന്റെ സഹായത്തോടെ പെട്ടെന്നൊന്ന് നോക്കി മനസ്സിലാക്കി. അപ്പോൾ ഏതായാലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എസ്എ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ചാപ്റ്റർ ആണ് ഇതെന്ന് മനസ്സിലാക്കുക. ഏതായാലും കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ പഠിക്കുക. നിങ്ങൾക്കുണ്ടാവുന്ന സംശയങ്ങളോ മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ സംശയം വരുന്ന ഭാഗങ്ങൾ വീണ്ടും വീഡിയോ കണ്ട് കൃത്യമായിട്ട് മനസ്സിലാക്കി അത് ഉറപ്പിക്കുക, മനസ്സിൽ ഉറപ്പിക്കുക. അപ്പോൾ ഏതായാലും ഈ ഒരു യൂണിറ്റ് നമ്മളിവിടെ കൺക്ലൂഡ് ചെയ്യുന്നു. പുതിയ ഭാഗവുമായിട്ട്, പുതിയ ചാപ്റ്ററുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.